മാറി. അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. ഞാൻ കുളിച്ച് വേഗം ഫ്രഷായി നമ്മളെല്ലാവരും പുറത്തേക്ക് പോകാൻ പോവാം. ഇന്ന് 4ാമത്തെ ദിവസം കേട്ടോ. നാളാണ് നമ്മളിവിടുന്ന് ട്രെയിൻ കയറുന്നത്. അപ്പോൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഇത് കുറച്ച് മാർക്കറ്റിലും കുറച്ച് സ്ഥലത്തും ഒക്കെ പോകാനുണ്ട്. നെസ്താത്തിയും കുട്ടികളും ഒക്കെ മാറ്റിയിട്ട് ഇനി മൂത്തമ്മ നിസ്കേച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങും. ഷാറുഖാൻ ലുക്കായിരിക്കണല്ലോ. അമ്മ അങ്ങോട്ട് വീതി നോക്കട്ടെ 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 കണ്ണാടി ഇട്ടിട്ട് നോക്കട്ടെ. വയ്യ എടുത്തി അനിയത്തി നല്ല രസമുണ്ട്. ഞാൻ വീഡിയോ എടുക്കണ്ടിട്ടോ അതേ പറഞ്ഞുതരാം. നല്ല ഭംഗിയുണ്ട്. ഓ നിങ്ങള് നീലങ്ങളിടോ ഇറങ്ങാൻ നേരം എല്ലാവരും കൂടി കുറച്ച് ഫ്രീക്കായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഊബറിൽ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വരുന്ന വരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. വരുന്നതിനൊരു കാര്യം വേണ്ടേ. ഇന്ന് നമ്മളെ കൂടെ ഔട്ടിങ്ങിന് ഷെബീബ്ക്ക ഉണ്ട് കേട്ടോ. ഒന്ന് മൂപ്പരാക്ക് ലീവാണ്. അതിനോട് നമ്മളെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥലം കാര്യങ്ങളൊക്കെ മൂപ്പരാക്ക് കൂടുതലും അറിയാം. ഇത്രയും ദിവസം നമ്മൾ പോയതൊക്കെ ഗൂഗിളിൽ ഇട്ടിട്ടാ കേട്ടോ. പിന്നെ ഊബറിൽ ബുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഓരോ കറക്റ്റ് സ്ഥലത്ത് ഇറക്കി തരും ചെയ്യും. അങ്ങനെ വെയിറ്റിങ്ങിന് ശേഷവും ടാക്സി എത്തിയിട്ട് നേരെ പോണത് ബാംഗ്ലൂർ പാലസിലേക്ക്. നല്ല രസമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മളെ ലൊക്കേഷൻ അവിടേക്ക് കുറച്ച് തോനെ പോകാനുണ്ട് കേട്ടോ. കുറച്ച് നേരം തന്നെ ഇരിക്കണം. ഒന്ന് വിളിച്ചു നോക്കണം, വീഡിയോ കോൾ ചെയ്ത് നോക്കണം. ഇത് കൊടുക്കുക മെസ്സിയെ ഇതൊന്ന് കൊടുത്തോളൂ ദീദിയെന്ന് വിളിച്ചു. അവളൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അല്ല ഇതിട്ടാണെന്ന്. അങ്ങനെ ലൊക്കേഷനിലെത്തി കേട്ടോ. കുറച്ച് തോനെ പോരാണ്ടതിനെ കൂടെ ഞാൻ അപ്പോൾ തന്നെ കുറച്ച് കിടന്ന് ഉറങ്ങിയിരുന്നു. അവിടെ എത്തി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരുപാട് പേരുണ്ട് അവിടെയെന്ന്. കാരണം ടൂറിസ്റ്റിനായിട്ടുള്ള കുറേ ഫോറിനേഴ്സാണ് അവിടെ കൂടുതലുള്ളത്. അങ്ങനെ പാലസിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. പാലസ് കാണാൻ നല്ല രസമുണ്ട്. നമ്മളെ പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് ടച്ചാണ് ഫുള്ളും കാണാൻ. ഫോട്ടോ കൊടുക്കണം. ഇങ്ങോട്ടൊക്കെ കാണാം. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയത് ഭയങ്കര നഷ്ടമായി. എനിക്ക് ഫോട്ടോസ് എടുക്കാനോ ഒരു വീഡിയോ പോലും എടുക്കാൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. റൂംസും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഊബറിൽ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്ത് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോയത്. ഇവിടെ അടുത്ത് തന്നെ ഇമ്പീരിയൽ ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്കാണ് പോയത്. അങ്ങനെ ഹോട്ടലിലെത്തി അവർ സീറ്റൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടോ. കാരണം എണ്ണസംഖ്യ കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു സീറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് തരാണ്. ടൈം 3 മണി 4 മണി ആയതുകൊണ്ട് മീൽസൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് ഉമ്മാക്കും മൂത്തമ്മക്കൊക്കെ മീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് പൊറാട്ടയും കറിയും ആക്കി. ഈ വെള്ളം അങ്ങോട്ട് അങ്ങനെ ഫുഡ് കഴിക്കലായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഊബറിൽ ടാക്സി ബുക്ക് ചെയ്തിരിക്കണം. അത് കുറച്ച് ലൈറ്റ് കാണിക്കണം. കാരണം ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്ക് അവിടെയൊക്കെ. അതിനെക്കൊണ്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും എന്നാണ് അവർ പറയുന്നത്.
അങ്ങനെ ബുക്ക് ചെയ്ത ടാക്സി ഷെബീബ്ക്ക വണ്ടിമേലായതിനെ കൊണ്ട് അതിൽ സ്ഥലം ഇല്ലാത്തതിനോട് ഞാനും ഇസാനും കൂടി വണ്ടിമേലാട്ടോ കയറിയത്. ഇത് ബാംഗ്ലൂർ ഒരു സിഗ്നേച്ചർ പോയിന്റ് ആണെന്നാണ് പറയുന്നത്, പക്ഷെ കറക്റ്റ് എനിക്കറിയില്ല. നമ്മൾ പോണ വഴിക്ക് എനിക്ക് കാണിച്ചു തന്നത് ഷെബീബ്. അതിനെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകണം ചിക്പെട്ടിലേക്കാട്ടോ. അവിടെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഉമ്മച്ചിക്ക് കുറച്ച് പാത്രങ്ങളും എനിക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണേ. അങ്ങനെ ചിക്പെട്ടിയിലെത്തിയപ്പോൾ ഒരു അരമണിക്കൂർ ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ. കുറേ നേരം വണ്ടിമ തന്നെയാണ് പോണ വഴിക്ക് കുറേ കാര്യങ്ങൾ കണ്ട് മെല്ലെ മെല്ലെ പോകാൻ കഴിയും. ഈ കൂടെ പറഞ്ഞ സുദർശനം എന്താ ഇവിടെ ഉമ്മച്ചിനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇവിടെ സുദർശന സിൽസിൻ്റെ അടുത്താണുള്ളത്, അവരെ തിരഞ്ഞ് പോകാൻ കേട്ടോ. ഇവിടെ കണ്ടാൽ തന്നെ അറിയാമല്ലോ അത്രയും ജനങ്ങളാണ്. കറക്റ്റ് നമ്മൾ SM സ്ട്രീറ്റ് ബാക്കോട്ട് നിൽക്കണം, അത്രയും ആൾക്കാരുണ്ടാവും. അങ്ങനെ പോണ വഴിക്ക് പൗച്ച് കണ്ടപ്പോൾ എൻ്റെ ഫോണിൻ്റെ പൗച്ചൊന്നും മാറ്റിയിട്ടോ. പിന്നെ മോനക്കൊരു തോക്ക് വാങ്ങി. എന്തെങ്കിലും വാങ്ങിച്ചില്ല കഴിഞ്ഞാൽ ഓനെന്നെ കൊല്ലും. പിന്നെ അമ്മച്ചി ഓരോ പാത്രപ്പീടിയിലൊക്കെ കയറുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളവിടുന്ന് വാങ്ങിച്ചേനു. റേറ്റ് നല്ല കുറവാണ്. അതിനെക്കൊണ്ട് അമ്മച്ചി നല്ല നല്ല രസമുള്ളത് വാങ്ങിച്ച്. നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞേനു കേട്ടോ. വേഗം ഊബറിലൊരു ടാക്സി ബുക്ക് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. നമ്മളെ ഫ്ലാറ്റിനടുത്തുള്ള നല്ലൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്കാട്ടോ വന്നത്. അവിടെ നല്ല ഫുഡാണ്, നല്ല ചൂടോട് കൂടിയിട്ട് കിട്ടുന്ന ഷെബീബ്ക്കാരന്. അങ്ങനെ അങ്ങോട്ട് വന്നത്. ഞാൻ കഴിച്ചത് പുട്ടും നല്ല കടലക്ക കറി കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന ഫ്ലാറ്റിലേക്ക് കേട്ടോ. നാളെ പൂവാളെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.